ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിലും നിസ്വാർത്ഥമായ സേവന സന്നദ്ധതയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയെ വ്യത്യസ്തനാക്കുന്നത്. ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ചയാളെ അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ് ഡോക്ടർ N. പ്രതാപ് കുമാർ. വോട്ട് അഭ്യർത്ഥനയുടെ തിരക്കുകൾക്കിടയിലും ആതുര സേവന രംഗത്ത് തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അഭിമാനമായി കാണുകയാണ് സ്ഥാനാർത്ഥി. എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ തിരക്കിലാണ്. പക്ഷേ ആ തിരക്കുകൾക്കിടയിലും തൻ്റെ മേഖലയായിട്ടുള്ള ആതുര സേവന രംഗത്ത് പെട്ടെന്ന് ഓടിയെത്തി അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഡോക്ടറാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി, അതായത് ഡോക്ടർ N. പ്രതാപ് കുമാർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പ്രചാരണത്തിനിടയിലും ഇത്തരത്തിലൊരു സങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ നടത്തി. ഒന്നല്ല, അതിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തി എന്നുള്ളതാണ്. എന്തായിരുന്നു ഈ ഒരു ശസ്ത്രക്രിയയുടെ ഒരു സാഹചര്യം? സാധാരണഗതിയിൽ നമ്മൾ ഈ മീറ്റിങ്ങുകളുണ്ട്, ഞങ്ങളെ കാർഡിയോളജി കോൺഫറൻസുകളുണ്ട്. അവിടെ മീറ്റിങ്ങുകൾക്ക് സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് ലൈവ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഇത് ചെയ്ത് അവരെ കാണിച്ച് ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാ വർഷവും ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു വർഷം 4 മുതൽ 5 കേസ് 5 പ്രാവശ്യങ്ങളിൽ ചെയ്യും. ഏറ്റവും മേജർ കോൺഫറൻസ് നടക്കുന്ന സമയം ഇതായിരുന്നു. ഈ ഇലക്ഷൻ തിരക്കാന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുന്നത് ശരിയല്ല. പിന്നെ ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. ഒന്ന്, ഈ അതിസങ്കീർണ ബലൂൺ ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ ഈ ബൈപ്പാസ് വേണ്ടി വരുന്ന രോഗികൾക്ക് ബൈപ്പാസ് മാത്രമേ പറ്റൂ എന്ന് പറയുന്ന രോഗികളെയാണ് ഇത് ചെയ്ത് നമ്മൾ കാർഡിയോളജിസ്റ്റുകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് കൂടാതെ പിന്നൊരു 3 രോഗികൾ വളരെ മോശമായി പലരും ആശുപത്രിയിൽ നിന്ന് വന്നതും കൂടെ അവരെന്നെ കൊണ്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പോയി ശരിക്കും 4 കേസ് ചെയ്തിട്ട് ഏകദേശം 2.25 മണിക്കൂർ കാത്ത് ലാബിനകത്തായിരുന്നു. പക്ഷേ ഇത് തിരക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജോലി എന്ന് പറയുന്ന ഡോക്ടറല്ലേ, ജനസേവനവും ഡോക്ടറും ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് തെളിയിക്കുന്നൊരവസരം കൂടിയായിപ്പോയി. ചിലപ്പോൾ ഈശ്വരൻ എന്നെ ഇത് കാണിച്ചു തന്നത്. തീർച്ചയായും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ 10 വോട്ടർമാരെ കാണുന്ന ആ ഒരു സമയം, അതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയല്ലേ? അല്ല, അങ്ങനെയല്ലേ, രണ്ടും ചെയ്യാൻ പറ്റും. നമുക്കിതിന് സമയമുണ്ട്. അപ്പം നമ്മൾ ഈ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഒരു ഹൃദ്രോഗ വിദഗ്ധന് എന്തിന് ഈ പരിപാടി എന്നൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സമയം കണ്ടെത്തി രണ്ടിന് വേണ്ടിയും വിനിയോഗിച്ച് നമ്മളിപ്പോൾ ഞാൻ ഈ കയറുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ പറയുന്നത് ഡോക്ടർ നല്ല കാൻഡിഡേറ്റാണ്. നമ്മൾ ഇത്രത്തോളം ഇത് ഗുണപരമായി അല്ലെങ്കിൽ വോട്ടായി അല്ലെങ്കിൽ വിജയത്തിൻ്റെ പാതയിലെത്തും എന്നുള്ളതല്ല അത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ഉറപ്പായിട്ടും ജനങ്ങളിൽ ഒരു പ്രതീക്ഷ വയ്ക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ 2 കാര്യങ്ങൾ, നമ്മൾ പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കെല്ലാം പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എഴുതുന്നയാളിന് സിനിമയിൽ അഭിനയിക്കാം, സിനിമയിൽ അഭിനയിക്കുന്ന ആളിന് സംവിധാനം ചെയ്യുന്ന ആളിന് നല്ലൊരു അച്ഛനാകാം, നല്ലൊരു കുടുംബം നടത്താം, മക്കളെ പഠിപ്പിക്കാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യുന്ന മൾട്ടി ടാസ്കിങ് ആണ് ഒരു മനുഷ്യന് ചെയ്യാവുന്നത്. അങ്ങനെയുള്ളവരായിരിക്കണം ഇതുപോലുള്ള അഡീഷണൽ വർക്ക് ചെയ്യാൻ ഇറങ്ങേണ്ടത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊഴിൽ എന്നതിനേക്കാൾ രാഷ്ട്രീയം സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു തൊഴിൽ ചെയ്യുന്ന ആളാവണം എന്നുള്ളതാണ് NDAയുടെ ഇപ്രാവശ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രീതി. അത് ജനങ്ങൾ മനസ്സിലാക്കും, നമ്മളെ ശക്തമായി രീതിയെ മുന്നിൽ കൊണ്ടുവരും. അത് മറ്റുള്ളവർക്കൊരു പാഠമായി മാറാൻ നമ്മളൊരു വഴികാട്ടിയാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായും തൊഴിലിനോടൊപ്പം ഈ സേവനം എന്നുള്ളത് അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം. ആ ജനങ്ങൾക്ക് ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ മേഖലയിലും ആ വികസനം കൊണ്ടുവരാൻ തൊഴിലിനോടൊപ്പം തന്നെ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ N. പ്രതാപ് കുമാർ. ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം.